ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു കഥ പറയാം. കഥയല്ല, സംഭവമാണ്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലാണ് ഇത് വിവരിക്കുന്നത്. ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദ് രാജാവിൻ്റെ അടുത്തേക്ക് അയച്ചു. പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ ഒരു ധനികനും ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. ധനികന് ധാരാളം ആടുമാടുകളൊക്കെ ഉണ്ടായിരുന്നു. ദരിദ്രന് ഒരു ആട്ടിൻകുട്ടി മാത്രം. അവൻ ആ പെണ്ണാട്ടിൻകുട്ടിയെ താലോലിച്ച് വളർത്തി. അവൻ ഭക്ഷിക്കുന്ന ഭക്ഷണം ആട്ടിൻകുട്ടിയും ഭക്ഷിക്കും, അവൻ കുടിക്കുന്നത് ആട്ടിൻകുട്ടിയും കുടിക്കും. അവൻ്റെ കുട്ടികളോടൊപ്പം ആട്ടിൻകുട്ടിയും വളർന്നു. അവൻ്റെ മടിയിൽ കിടന്ന് ആട്ടിൻകുട്ടി വളർന്നു. ഒരു സ്വന്തം മകളെപ്പോലെയാണ് അവൻ ആ ആട്ടിൻകുട്ടിയെ കണ്ടത്. ഒരു ദിവസം ധനവാന്റെ ഭവനത്തിൽ ഒരു അതിഥി വന്നു. അതിഥിക്ക് ഭക്ഷണമൊരുക്കാൻ ഒരാടിനെ വേണം. സ്വന്തം ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരെണ്ണത്തെ പിടിക്കാൻ അവന് മനസ്സിലായിരുന്നു. അവൻ ആ ദരിദ്രൻ്റെ ഏക ആട്ടിൻകുട്ടിയെ പിടിച്ച് കൊന്ന് ഭക്ഷണമൊരുക്കി. ദാവീദ് രാജാവ് ക്ഷുഭിതനായി പറഞ്ഞു, അവനാരായിരുന്നാലും അവൻ മരിക്കുക തന്നെ വേണം. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിൻ്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. നമ്മളിലൊക്കെ ഒരല്പം ദാവീദില്ലേ? നമ്മളുടെ മേനിക്ക് മറവിൽ ഒരു ദാവീദ് ഒളിച്ചിരിപ്പില്ലേ? തിരിച്ചറിയണമെങ്കിൽ ഇരിക്കണം, നോക്കിയിരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയിരിക്കണം. ഫെബ്രുവരി 19 മുതൽ 21 വരെ 40 മണിക്കൂർ നീളുന്ന ആരാധന. യേശുഭവനിൽ ഉണ്ണീശോയോടൊപ്പം ഇരിക്കാം. നമുക്ക് നമ്മെ തന്നെ വിശകലനം ചെയ്യാം. തിരുത്തേണ്ടത് തിരുത്താം. കൊല്ലപ്പെടേണ്ടവൻ ആയിരുന്നിട്ടും ആ ദാവീദ് കരഞ്ഞ് അനുതപിച്ച് തിരിച്ചു വന്നപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിനൊത്ത മനുഷ്യനെന്നാണ് ദാവീദ് പിന്നെ അറിയപ്പെട്ടത്. നമുക്ക് ഈശോയിലേക്ക് നോക്കാം. ആമേൻ.